ഞാൻ ഡോക്ടർ ബാലകൃഷ്ണൻ. ഡോക്ടർ ബി കെസ് ഫെർട്ടിലിറ്റി ക്ലിനിക്, ചേറ്റുപുഴ, തൃശ്ശൂരിലെ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്. ഇന്ന് എന്റെ ഈ വീഡിയോ ബീജങ്ങളുടെ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ്. അസൂസ്പെർമിയ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബീജങ്ങളുടെ കൗണ്ട് 0. ഇതിന് എന്താണ് ട്രീറ്റ്മെന്റ്? ഇതിന് എല്ലാവർക്കും IVF ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. ബീജങ്ങള് എന്തുകൊണ്ട് അങ്ങനെ കുറഞ്ഞു പോണു, എന്താണ് അതിന്റെ ഡയഗ്നോസിസും കാര്യങ്ങളിലും ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഇതിന് എന്താണ് എന്റെ ട്രീറ്റ്മെന്റ് എന്നുള്ള ഓപ്ഷൻ എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ബീജങ്ങൾ അസൂസ്പെർമിയ എന്ന് പറയുമ്പോൾ എന്നുവെച്ചാൽ ഒരു കൗണ്ടും ഒരു ബീജവും എന്റെ സാമ്പിളിൽ ഇല്ല. അപ്പൊ എനിക്ക് IVF ഉള്ളോ, വേറൊരു ഓപ്ഷനും ഇല്ലേ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ്. നമുക്ക് എല്ലാവർക്കും ഒരു വിഷമം പിടിക്കുന്ന ഒരു സംഭവമാണ്. എന്നുവെച്ചാൽ ബീജങ്ങൾ എത്ര നോക്കിയിട്ടും എത്ര ഫീൽഡിൽ നോക്കിയിട്ടും നമുക്ക് കിട്ടുന്നില്ല. അപ്പോ ഒരു സാമ്പിളിന്റെ റിപ്പോർട്ട് വെച്ചിട്ട്, എന്നുവെച്ചാൽ ആകെ ഒരു സെമൻ റിപ്പോർട്ട് മാത്രം വെച്ചിട്ട് ഒരിക്കലും നമ്മൾ അസൂസ്പെർമിയ എന്നൊരു തീരുമാനത്തിലേക്ക് പോകരുത്. ബീജങ്ങളുടെ കൗണ്ട് കുറയാൻ വേറെ എത്രയോ കാരണങ്ങൾ ഉണ്ടാവും. ഇൻഫെക്ഷൻസ് ആവാം, ചിലപ്പോൾ കൺട്രോൾ ചെയ്തത് ഷുഗർ ആയിരിക്കാം, വേറെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളായിരിക്കാം, നിങ്ങൾക്ക് എടുത്ത സാമ്പിൾ കറക്റ്റ് ആയില്ലായിരിക്കാം. അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാമ്പിൾ റിപ്പോർട്ട് 0 കിട്ടും. പക്ഷെ അതിന്റെ അർത്ഥം ബീജങ്ങൾ വൃഷണത്തിൽ ഇല്ലാന്നല്ല, ചിലപ്പോൾ പുറത്തേക്ക് വരുന്നില്ല എന്നായിരിക്കും. ഉദാഹരണം പറയണമെങ്കിൽ ടാങ്കിൽ വെള്ളമുണ്ട്, ടാപ്പിൽ വെള്ളം വരുന്നില്ല എന്നായിരിക്കാം. അപ്പൊ ശരിക്കും ഇത് പ്രശ്നം അറിയണമെങ്കിൽ നമുക്ക് 2 റിപ്പോർട്ടായാലും കിട്ടണം ഒരു മാസത്തെ ഗ്യാപ്പിൽ. ഇന്നൊരു സാമ്പിൾ എടുത്തിട്ട് 0 ആണെങ്കിൽ ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ആ റിപ്പോർട്ട് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യേണ്ടി വരും. സാമ്പിൾ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഇതിൽ പറ്റുമെങ്കിൽ നല്ലൊരു ലാബ്, പ്രത്യേകിച്ച് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു ലാബിൽ കൊണ്ടുപോയി ചെയ്യിക്കുകയാണ് നല്ലത്. ഒരു ഉദാഹരണം പറയണമെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് കഞ്ഞില് വറ്റുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ മുകളിലത്തെ ഒരു തുള്ളി മാത്രം എടുത്ത് നോക്കിയാൽ അറിയില്ല. ഇതിനെ മുഴുവൻ അരിച്ച് ആ വെള്ളത്തിനെ കളഞ്ഞ് ആ താഴെ കിട്ടുന്ന ആ വറ്റിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഒരു ചെറിയ പൊടി എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ചിലപ്പോൾ അതിൽ നമ്മൾ ബീജങ്ങൾ കാണും. ശുക്ലം എന്ന് പറയുന്നത് വെറും ബീജങ്ങൾ മാത്രമല്ല, അതിന്റെ കൂടെ സെമനൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ സെമനിലുള്ള ശുക്ലത്തിലുള്ള വെള്ളത്തിന്റെ അംശവും ഉണ്ട്. അപ്പൊ ആ വെള്ളത്തിന്റെ അംശത്തിൽ ബീജങ്ങൾ ഉണ്ടാവില്ല. അതിനെ എടുത്തു കളഞ്ഞ് ചിലപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ 10, 20, 30 മില്യൺ നമ്മൾ പ്രതീക്ഷിക്കുന്ന സംഖ്യ കിട്ടിയില്ല എന്ന് വരും. പക്ഷെ ചിലപ്പോൾ ഒരു 10 ബീജം അല്ലെങ്കിൽ അനങ്ങാത്തൊരു 2-3 ബീജം കിട്ടിയാൽ തന്നെ അത് വലിയൊരു വ്യത്യാസമാണ്. എന്റെ തന്നെ ഒരു അടുത്തൊരു പേഷ്യന്റിന് ആകെ 2-3 ബീജങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, വെറും 2-3 ബീജങ്ങൾ. പുള്ളിയുടെ പ്രശ്നം മാറ്റിക്കഴിഞ്ഞ് 2 മാസത്തിൽ അത് നേരിട്ട് 50 മില്യണിലേക്ക് കയറി. കുട്ടിയുണ്ടായി, കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആ ശുക്ലത്തിന്റെ മുകളിലത്തെ അംശം മാത്രം ചെക്ക് ചെയ്ത് തിരക്ക് പിടിച്ച് ചെക്ക് ചെയ്യുന്നവര് ചിലപ്പോൾ അത് മിസ് ചെയ്തു പോകും. അതിന്റെ പകരം നമ്മൾ അതിനെ സെൻട്രിഫിക്കേഷൻ എന്ന് പറയും, ഒരു പ്രൊസീജിയർ, ഒരു അരിച്ചിട്ട് അതിന്റെ ഉള്ളിലത്തെ വെള്ളത്തിന്റെ അംശത്തിന് കളഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയെന്നിരിക്കാം. അത് ഒരു സാധ്യത. ഇനിയിപ്പോ ഇതിന് എന്താണ് ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണം ഉണ്ടാവണം. ഈ അടുത്ത് കണ്ട വേറെ കുറച്ച് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. അവര് കുറെ കാലമായിട്ട് ശ്രമിക്കുന്നുണ്ട്. പണ്ട് എന്റെ ചെക്ക് ചെയ്തപ്പോ 10, 20, 30 മില്യൺ നല്ല വലിയ സംഖ്യ ഉണ്ടായിരുന്നു, ബീജങ്ങളുടെ അനക്കം കുറവായിരുന്നു എന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ ബീജങ്ങളുടെ കൗണ്ട് പതുക്കനെ കുറഞ്ഞു തുടങ്ങും, പിന്നെ ചിലപ്പോൾ ഇല്ലാതെയായി പോവാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ബീജങ്ങളുടെ ഉൽപാദനം വൃഷണത്തിനുള്ളിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു സെൽസിൽ നിന്ന്, ഒരു ചെറിയ സെർട്ടോലി സെൽ എന്ന് പറഞ്ഞൊരു അണുക്കളിൽ നിന്നാണ്. ഈ സെല്ലിൽ നിന്ന് ബീജങ്ങൾ ചെടി മുളച്ചു വരുന്ന മാതിരി വന്നുകൊണ്ടേയിരിക്കും ജീവിതകാലം മുഴുവൻ. ഈ ബീജങ്ങളെ ഉണ്ടാക്കുന്ന അണുക്കളെ നമ്മൾ പുറത്തു നിന്ന് എന്തെങ്കിലും കാരണം നശിപ്പിക്കുന്നുണ്ടെങ്കിൽ ആദ്യം കുറയാൻ പോകുന്ന അതിന്റെ ആരോഗ്യമാണ്, ബീജങ്ങളുടെ ആരോഗ്യം. എന്നുവെച്ചാൽ ബീജങ്ങൾ ഉണ്ടാവും, പക്ഷെ അതിന്റെ ആരോഗ്യം കുറഞ്ഞിരിക്കും. അത് നമ്മൾ ശരിയാക്കിയില്ലെങ്കിൽ കുറച്ച് നാളിൽ അതിന്റെ അനക്കം കുറഞ്ഞു തുടങ്ങും. ബീജങ്ങൾ ഉണ്ട്, പക്ഷെ അത് അനങ്ങുന്നില്ല. ഇത് അതിന്റെ ആരോഗ്യം കുറയുന്നതിന്റെ ലക്ഷണമാണ്. ഇതും കൂടി നമ്മൾ ശരിയാക്കാതെ വിട്ടു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തില് ഇനി കൗണ്ടും കുറഞ്ഞു തുടങ്ങും. ചിലപ്പോൾ 30-40 എന്നുള്ളത് ചിലപ്പോൾ 15, 10, 7, ചിലപ്പോൾ 5, അങ്ങനെ ഒന്നൊന്നേ കുറഞ്ഞ് അവസാനം ചിലപ്പോൾ അതും 0ലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഇത് എത്ര വേഗം കണ്ടുപിടിക്കുന്നു, എത്ര വേഗം ഇതിനെ ഡയഗ്നോസ് ചെയ്യുന്നു. ഡയഗ്നോസ് ചെയ്യാൻ വലിയ സംഭവങ്ങളൊന്നുമല്ല, വെറും പരിശോധനയോ ഒരു ചെറിയ ലാബ് ടെസ്റ്റ് അല്ലെങ്കിൽ നേരിട്ട് ക്ലിനിക്കലായിട്ട് പരിശോധിച്ച് വിരലുകൊണ്ട് പരിശോധിച്ച് നോക്കുക എന്നുള്ള ടെസ്റ്റ് മാത്രമേ ആവശ്യമുള്ളൂ. ഈ പ്രൊസീജിയറിൽ സ്കാനിന് യാതൊരു ബന്ധവുമില്ല. സ്കാനിൽ ഒരിക്കലും ബീജങ്ങളുടെ അനക്കോ കൗണ്ടോ അതിന്റെ ആരോഗ്യമോ ഒന്നും അറിയാൻ പോകുന്നില്ല. ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് യാതൊരു എക്സ്ട്രാ വിവരവും നമുക്ക് കിട്ടില്ല. ചുറ്റുമുള്ള വാരിക്കോസീലോ വൃഷണത്തിന് ചുറ്റുമുള്ള വേറെ ഒന്നും ഈ ഉള്ളിൽ കിടക്കുന്ന ബീജങ്ങളെ എഫക്ട് ചെയ്യില്ല. ശരിക്കും എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് നമുക്ക് ലാബിന്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് വെറും ക്ലിനിക്കിൽ വെച്ച് മനസ്സിലാക്കാവുന്നുള്ളൂ. അത് എത്രയുണ്ടോ നമുക്ക് ക്ലിയർ ചെയ്യാനും പറ്റാറുണ്ട്. 100% ശരിയാക്കും എന്നല്ല പറയുന്നത്,
പക്ഷെ അതിനെ നന്നാക്കാൻ ചെറിയൊരു സാധ്യതയില്ല. അങ്ങനെ സമയത്തിന് അതിനെ ട്രീറ്റ് ചെയ്ത് വേഗം അതിനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് നമുക്ക് നല്ല ഭ്രൂണങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരും. നിങ്ങൾ കുറെ കഴിഞ്ഞ് ഈ പ്രശ്നം നമുക്ക് സാരമില്ല, ചെറിയ വഴി നോക്കാം പറഞ്ഞ് കാത്തിരുന്ന് സമയം കളഞ്ഞ് ചിലപ്പോൾ കുറെ കാലം കഴിഞ്ഞ് നോക്കുമ്പോൾ ബീജങ്ങളുടെ ഉണ്ടാക്കുന്ന അണുക്കളെ അത്രയും ഈ കാരണം നശിപ്പിച്ചിട്ടുണ്ടാവും. അത് എന്തു ആവാം, കാരണം എന്തു ആവാം, അത് എന്താന്നുള്ളത് പരിശോധിച്ച് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. ആ കാരണം നമ്മൾ ശരിയാക്കിയില്ലെങ്കിൽ അണുക്കൾ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ട് ഇപ്പൊ ചിലവർ പറയും ശരി ഇത്രയും കുറവല്ലേ, 10-20 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് ബീജങ്ങൾ ഇപ്പം 0 അല്ലെങ്കിൽ ഭയങ്കര കുറവാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാ ശരി ഇനി നമുക്ക് ഇത് വെച്ച് IVF ചെയ്യാമെന്നും പറഞ്ഞാൽ അതിനും ഗുണം കിട്ടില്ല. എന്താ വെച്ചാൽ നല്ലൊരു ബീജം നല്ലൊരു അണ്ടത്തോട് ചേർന്നാലേ നല്ലൊരു ഭ്രൂണം ഉണ്ടാവുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഭ്രൂണത്തിന് ആരോഗ്യക്കുറവും അത് കാരണം അബോർഷൻ റിസ്ക്കും പ്രഗ്നൻസി പിടിക്കാതിരിക്കാനുള്ള സാധ്യത തന്നെ ഏറ്റവും കൂടുതലാണ്. അപ്പൊ നിങ്ങൾ സമയത്തിന് തീരുമാനം എടുക്കുക. ബീജങ്ങളുടെ പ്രശ്നം കാണുമ്പോൾ അതിനെ പരിഹരിക്കാൻ എത്ര വേഗം നോക്കുക. നിങ്ങൾ ഡോക്ടർ ചിലപ്പോൾ മരുന്ന് തന്നിട്ടുണ്ടാവും, അത് ശരിക്കും ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കൂടുതലും വിറ്റാമിൻ ഗുളിക തന്നെയായിരിക്കും. വെറും വിറ്റാമിൻ ഗുളിക മാത്രം കഴിച്ചിട്ട് ബീജങ്ങളുടെ ആരോഗ്യം മാറ്റാൻ പറ്റില്ല. അതിനൊരു കാരണം ഉണ്ടാവും. ആ കാരണം മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബീജങ്ങൾ ബെറ്റർ ആവും. വൃക്ഷങ്ങളിലെ ബീജങ്ങൾ ഉണ്ടാക്കുന്ന അണുക്കൾ തന്നെ കുറവാണ്, അതിന്റെ ഡാമേജ് കാരണമാണ് ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ കഥ വേറെയാണ്. തീർച്ചയായിട്ടും അതിൽ IVF തന്നെ പോകേണ്ടി വരും. പക്ഷെ ചിലപ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ പരിഹരിച്ചു കഴിഞ്ഞാൽ ഈ അസോസ്പെർമിയ സ്ഥിതിയിലേക്ക് എത്തും മുമ്പേ, അല്ലെങ്കിൽ അത് വളരെ സിവിയർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതി എത്തും മുമ്പേ നമുക്ക് അതിനെ ശരിയാക്കാൻ പറ്റിയിരിക്കും. തീർച്ചയായിട്ടും ഒരു നോർമലായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ IUI എന്നുള്ള ചെറിയ ട്രീറ്റ്മെന്റ് വെച്ച് നമുക്ക് പ്രഗ്നൻസി കിട്ടിയെന്നിരിക്കും. പിന്നെ എത്രയോ ദമ്പതികളെ ഞാൻ കണ്ടിട്ടുണ്ട്, ആണുങ്ങളുടെ ഈ പ്രശ്നം ഇങ്ങനെ കാത്തിരുന്ന് അവസാനം സ്ത്രീകളുടെ ശരീരത്തിൽ അണ്ടങ്ങളും തീർന്നു പോകും. അണ്ടാശയത്തിലെ അണ്ടം തീർന്നു പോയാൽ പിന്നെ അത് നന്നാക്കാനുള്ള മരുന്ന് ലോകത്ത് എവിടെയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സമയത്തിന് ഈ കാരണം കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാരം കണ്ടുപിടിക്കുകയാണ് എന്റെ മെയിൻ ഉത്തരം. അല്ലാതെ IVF അല്ല എല്ലാത്തിനുള്ള ട്രീറ്റ്മെന്റ്. അത് നന്നാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ചെറിയ വഴി കൂടെ നിങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടാം. ഓരോരുത്തർക്ക് വ്യത്യാസം ഉണ്ടാവും. തീർച്ചയായിട്ടും അവരുടെ കഥ ചോദിച്ച് അവരെ പരിശോധിച്ച് നോക്കിയിട്ട് മാത്രമേ മുഴുവൻ വിവരങ്ങൾ പറയാൻ പറ്റൂ. പക്ഷെ ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഫോൺ വഴി നേരത്തെ ചോദിക്കാം, അല്ലെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ ഞാനൊരു ഉത്തരം തരാം. പക്ഷെ എത്ര വേഗം ഇതിനെ ശരിയാക്കുന്നു അത്രയും വേഗം നിങ്ങൾക്ക് നല്ലൊരു പ്രഗ്നൻസി ഉണ്ടാകുന്ന ഫുൾ സാധ്യതയുണ്ടെന്നാണ് എന്റെ വിശ്വാസം. താങ്ക് യു.